നാട്ടുകാരുടെ പ്രതികരണം കൂടി നോക്കേണ്ടതുണ്ട്. റിയാസ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. റിയാസ് ആ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ ഹോസ്പിറ്റലിന്റെ അടുത്തുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് അവിടെ ഇൻഫർമേഷൻ കിട്ടി, അങ്ങനെ വണ്ടി മറിഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരു സിമെന്റ് ലോറി കുട്ടികൾ ഇന്നിപ്പോ 8ാം ക്ലാസ് കുട്ടികൾ, 8ാം ക്ലാസ് 9ാം ക്ലാസ് കുട്ടികളാണ്, പെൺകുട്ടികളാണ് കൂടുതലും. പെൺകുട്ടികൾ നടന്നൊരു ഓരം ചേർന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വരുന്ന സിമെന്റ് ലോറി വേറെ വാഹനത്തിൽ തട്ടി ഹെഡായി കുട്ടികളുടെ മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് മൂന്ന് കുട്ടികളെ ഇപ്പോൾ തച്ചമ്പാറ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. 3 കുട്ടികളോ മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ 2-3 കുട്ടികൾ ഇതിലിപ്പോ നിലവിൽ ലോറിക്ക് അടിയിൽ കിടക്കുന്നുണ്ട്. ക്രെയിനുകളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ സജീവമായിട്ട് പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട് അവിടെ. അവരെ പൊക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ള വിവരം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലാണ് ഇപ്പൊ ഉള്ളത്. ഹോസ്പിറ്റൽ തച്ചമ്പാറ ഇസാഫ് ഹോസ്പിറ്റലാണല്ലേ. ഇസാഫ് ഹോസ്പിറ്റലിൽ 3 കുട്ടികളുടെ ബോഡിയുണ്ട്. 3 പെൺകുട്ടികളാണ്. 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. ആ പ്രദേശത്ത് നിന്നുള്ള കുട്ടികളാണ്. ചെറുള്ളി ഭാഗത്തുള്ള കുട്ടികളാണ്. റിയാസ്, ഈ 2 ലോറികൾ കൂട്ടിയിടിച്ച് ഒരു ലോറി മറിയുകയായിരുന്നോ? ഒരു വണ്ടി ഏതാണെന്നറിയില്ല, കാറാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് വിവരം കിട്ടിയത്. ഈ വാഹനത്തിൽ തട്ടി ഈ വണ്ടി സ്കിഡായിട്ട് ഈ കുട്ടികൾ നടന്നു പോകുന്ന വശത്തേക്ക് കുട്ടികളുടെ മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. ഒരു ചതുപ്പ് നിലമാണ്. ആ ചതുപ്പ് നിലത്തേക്കും ലോറിയും ഇതൊക്കെ പാടെ ആണ് മറിയുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും ഒരു അപകടം ഉണ്ടാവുന്ന ഒരു മേഖലയാണോ? ഇത് സ്ഥിരമായിട്ട് അവിടെ അപകടം ഉണ്ടാകുന്ന മേഖലയാണ്. കരിമ്പ ഷമീർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരമായി മരണപ്പെട്ട ഒരു കരിമ്പ ഷമീർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരമായിട്ട് അവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഇടപെടലുണ്ടായിരുന്നു. അത് നിരന്തരമായിട്ട് ഹൈവേക്കും ഉൾപ്പെടെ ഞങ്ങളവിടെ പൊതുപ്രവർത്തകർ മുഴുവനും ജനങ്ങൾ മുഴുവനും ഒരു പരാതി കൊടുത്തതാണ്. ഇതിന്റെ മുമ്പും ഈ നിരന്തരം ഈ റോഡിൽ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഹൈവേ അതോറിറ്റി ആദ്യം ആ റോഡ് സ്ക്രാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ സിഗ്നൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ കുറച്ചായിട്ട് ഇന്ന് ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാസ് ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ റിയാസിന്? അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അവിടെ നിന്ന് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കൂടുതൽ കുട്ടികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പറ്റുന്നു? 6-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ പ്രദേശത്തെ 2-3 കുട്ടികളുടെ ബോഡി ഇവിടെ കൊടുന്ന ആളുകൾ പറഞ്ഞത്. 6ഓളം കുട്ടികൾ നടന്നു പോകുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആ ലോറി പൊക്കിയ ശേഷം അതിനുള്ള അടിയിൽ എത്ര കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നന്ദി റിയാസ് പ്രതികരിച്ചതിന്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. പാലക്കാട് തച്ചമ്പാറയിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടം എങ്ങനെ നടന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരു വാഹനം മറിയുകയായിരുന്നു. ഏതായാലും ഒരെണ്ണം ലോറിയായിരുന്നു, സിമന്റ് കൊണ്ടുവരുന്ന ലോറിയാണ് എന്നാണ് ഇപ്പോൾ ആ നാട്ടുകാരൻ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ലോറി ഈ കുട്ടികളുടെ മേലേക്ക് മറിയുകയായിരുന്നു. ഇപ്പോൾ പരീക്ഷയൊക്കെ നടക്കുന്ന സമയമാണ്. അവിടെ നിന്ന് ഉള്ള ആളുകൾ പറയുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 6 കുട്ടികൾ ഒരുമിച്ച് നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്. 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. 3 പെൺകുട്ടികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ 3 മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ഒരു നാടാകെ ഒന്നിച്ച് ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളാണ്, വീട്ടിലേക്ക് പോകുന്ന, പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കുട്ടികളാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടത്. അപ്പോഴും കൂടുതൽ കുട്ടികൾ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് വലിയ ആശങ്കയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ ലോറി പൂർണ്ണമായും എടുത്തുയർത്തേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ അതിനടിയിൽ കുട്ടികൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു സ്ഥിരീകരണം ലഭ്യമാവുകയുള്ളൂ. ഏതായാലും അവിടെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചത് നോക്കുകയാണെങ്കിൽ 6 കുട്ടികൾ ഉണ്ടായിരുന്നു. 6 പേരും ഒരുമിച്ച് നടന്ന് വരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അത് തന്നെയാണ് ആശങ്ക കൂട്ടുന്നതും. അപ്പോൾ മറ്റ് 3 കുട്ടികൾ അതിനുള്ളിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കിട്ടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ആ ലോറി എടുത്തുയർത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്.